ഹലോ എവ്രിവൺ. ഈ പി എസ് സിക്ക് പഠിക്കാൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഒരു ബ്രേക്ക് വന്നിട്ട് പഠിച്ചു തുടങ്ങിയ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഒരു തുടക്കം കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും ഒരേ ലെവലായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ പല വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ 6 മാസം കൊണ്ട് ജോലി കിട്ടി അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ജോലി കിട്ടി, അങ്ങനെ കണ്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് എല്ലാവർക്കും ആ രീതിയിൽ അല്ലെങ്കിൽ 6 മാസം കൊണ്ട് 1 വർഷം കൊണ്ട് ഇത് കിട്ടണം അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റണം എന്നില്ല. ചിലപ്പോൾ 2 വർഷം എടുക്കാം, 2ൽ കൂടുതൽ എടുക്കാം. അതായത് നമ്മൾ ആദ്യം മനസ്സിൽ ഓർക്കണം, ഇതൊരു ബോർഡ് എക്സാമിന് പഠിച്ചെഴുതുന്ന പോലെയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിച്ചെഴുതുന്ന പോലെയോ അങ്ങനെ എഴുതാൻ പറ്റിയ ഒന്നല്ല. നമ്മൾ കൂടുതൽ സമയം ചിലപ്പോൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതായത് ഈ സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്തവർ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ തീരുമാനിക്കില്ലേ, എന്നിട്ട് നമ്മൾ ആദ്യം പോയി ചേരുമ്പോൾ തന്നെ വണ്ടി ഓടിക്കാറില്ലല്ലോ. അത് നമ്മൾ പതുക്കെ കാല് കുത്തിപ്പോവും, പിന്നെ 2 കാലും എടുത്ത് വെച്ച് പിന്നെ അങ്ങനെ പതുക്കെ കുറച്ച് ദൂരം ഓടിച്ച് അങ്ങനെ നമ്മൾ ലൈസൻസ് എടുക്കുള്ളൂ അല്ലേ. അതുപോലെ തന്നെയാണ് PSC പഠനവും. ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, മറ്റുള്ളവരുടെ കളിയാക്കൽ കേൾക്കേണ്ടി വരും. പക്ഷെ വണ്ടി ഓടിക്കാൻ പഠിച്ച് കഴിഞ്ഞിട്ട് ഫുൾ കോൺഫിഡൻസിൽ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇവിടെ. ആദ്യത്തെ ബുദ്ധിമുട്ട് മാറി നമ്മൾ ആ ട്രാക്കിലോട്ടൊന്ന് കയറി കിട്ടിയാൽ പിന്നെ നമ്മൾ വിത്ത് ഫുൾ കോൺഫിഡൻസ് പറക്കും. ആ വണ്ടി പിന്നെ ഏതെങ്കിലും അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയിട്ടേ ഓട്ടം നിർത്തും. അപ്പോൾ അതിനുള്ള ഫ്യൂവൽ നമ്മൾ കണ്ടെത്തണം. അതുകൊണ്ട് റെഡി ഫോർ ദ ഡ്രൈവ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കണ്ട, നേരെ ഓടിച്ചോ. കീപ് ഗോയിങ്. താങ്ക് യു.